ബി.ജെ.പി നേതൃത്വത്തോട് ഇടഞ്ഞ കെ അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സമൂഹ മാധ്യമങ്ങളിൽ അണ്ണാമലൈ അനുകൂലികൾ ഇത് സംബന്ധിച്ച പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതിനിടെ അണ്ണാമലൈ ബി.ജെ.പി അധ്യക്ഷൻ നിതിൻ നബീനെ സന്ദർശിക്കും എന്ന റിപ്പോർട്ടുകളുമുണ്ട്. IPS വിട്ടെറിഞ്ഞ് താമരത്തണലിൽ രാഷ്ട്രീയത്തിലിറങ്ങിയ തമിഴ്നാട് ബി.ജെ.പിയിലെ ഏറ്റവും ജനകീയ മുഖം. ദ്രാവിഡ മണ്ണിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കൈമെയ് മറന്ന മണ്ണിലിറങ്ങി പണിയെടുത്ത നേതാവ്. കുറച്ചു കാലമായി നേതൃത്വത്തോട് ഇടഞ്ഞു നിന്നിരുന്ന കെ അണ്ണാമലൈ ബദൽ നീക്കത്തിലാണ്. അണ്ണാ-DMK സഖ്യം യാഥാർത്ഥ്യമാക്കാൻ തന്നെ ബലിയാടാക്കിയെന്ന വികാരം നേരത്തെ തന്നെ അണ്ണാമലൈ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ തോൽവി ഏറ്റുവാങ്ങുക കൂടി ചെയ്തതോടെ നീക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് അണ്ണാമലൈ. മക്കൾ ശക്തി ഇയക്കമെന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം. സന്നദ്ധ സംഘടനയായി തുടങ്ങിയ ശേഷം പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സമാന ചിന്താഗതിയുള്ളവർക്ക് സംഘടനയിൽ ചേരാം. തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടി പിറവിയെടുക്കുമെന്ന കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരത്തിന്റെ പ്രതികരണം കൂടി വന്നതോടെ അഭ്യൂഹം ശക്തമാകുകയാണ്. വിദേശത്ത് നിന്നെത്തിയ അണ്ണാമലൈ വൈകാതെ തന്നെ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തും. രജനീകാന്തിനെയും അണ്ണാമലൈ കാണും. അണ്ണാമലയെ രാജ്യസഭാ MP-യാക്കി കേന്ദ്രത്തിൽ ഉന്നത ചുമതല നൽകുമെന്ന വിവരമുണ്ട്. അണ്ണാമലൈ ഇപ്പോൾ പയറ്റുന്നത് സമ്മർദ്ദതന്ത്രമാണെന്ന വികാരം തമിഴ്നാട് ബി.ജെ.പിക്കുള്ളിൽ ഉയരുന്നുണ്ട്. തമിഴ് മണ്ണിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത ബി.ജെ.പി പ്ലാൻ ബി അണ്ണാമലയിലൂടെ നടപ്പാക്കുകയാണെന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുകയാണ്. കെ.ബി. ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.